ഇങ്ങനെ ഡേയ്സും സ്കിപ്പായി പോകുന്നു. ഹോസ്പിറ്റൽ ഡേയ്സ് കഴിയുന്നു. അങ്ങനെ ആയുസിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോയി. അപ്പോൾ ജോണും എമ്മിയും കൂടി അവരുടെ വീട്ടിലോട്ട് പോകാനായിട്ട് റെഡി ആകുമായിരുന്നു. അപ്പോൾ ഉടനെ വന്നിട്ട് ജെയിംസ് ജോണിനോടായിട്ട് പറയുന്നു, ഡാഡ് ഞാനും കൂടെ വരുന്നുണ്ട്. എവിടെ? എന്തിന്? അല്ല, ആയുസിന്റെ വീട്ടിലോട്ട് പോവാൻ. എന്തിനാ നീ വരുന്നത്? ഇനിയും ആ കൊച്ചിനെ കൊല ചെയ്യാനാണോ? അല്ല അച്ഛാ, എനിക്ക് ആ കുട്ടീനോട് സോറി ചോദിക്കണം. എന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റ് കാരണമല്ലേ അവള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. അതുകൊണ്ടെന്ന് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ പറഞ്ഞൊപ്പിച്ച് അവനും അവരുടെ കൂടെ ആയുസിനെ കാണാനായിട്ട് പോകുന്നു. നമ്മുടെ കുട്ടി ചാർമിയാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് ആയുസിനെ കാണുന്നതിന് വേണ്ടി. അപ്പോ വണ്ടി വരുന്നോണ്ട് തന്നെ ചാർമി, ഡാഡി, ആ പറ മോളെ. ഡാഡി, എനിക്ക് ആയുസിന്റെ കൂടെ ഇന്ന് ഫുൾ ഡേ ഉണ്ടാവണം. ഡാഡി ഇന്ന് ഉണ്ടാവുമോ? ഇന്ന് നമുക്ക് ആയുസിന്റെ വീട്ടിൽ ഇറങ്ങാം. അങ്ങനെ പറയുന്നു. അപ്പൊ ജെയിംസ് ഒരു കള്ളനാട്ടത്തില് ജോണിനെ നോക്കുന്നു. ജോൺ അപ്പൊ എന്താണ് എന്ന മൊത്തത്തില് അവനൊന്നും ദേഷിച്ച് നോക്കുന്നുണ്ട്. അപ്പൊ മെല്ലെ അവൻ തല താഴ്ത്തിട്ട് ചാർമിയോട് പറയുന്നു, ഓക്കേടാ ഓക്കേടാ, എന്നിട്ട് നമുക്ക് ആയിസ് ആന്റിയുടെ വീട്ടില് തങ്ങാം. ഓക്കെയാ? എന്റെ മോള് ഹാപ്പിയാണോ? അപ്പൊ ജോണിനൊരു വല്ലാത്തൊരു ദേഷ്യഭാവത്തിൽ നോക്കി അങ്ങ് ദഹിപ്പിക്കുകയാണ്. ഇതെല്ലാം കണ്ടിട്ട് എമ്മിക്ക് ചിരിയാണ് വരുന്നത്. കാരണം എമ്മിക്ക് ഇവരെ രണ്ടുപേരും കൂടെ ഒന്നിപ്പിക്കണം എന്നാണ് ആഗ്രഹം. എമ്മിക്ക് മാത്രമല്ല ജോണിനും. അതുകൊണ്ട് ജോൺ ഒന്ന് കണ്ണടച്ചു കൊടുക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും അവരെ സെറ്റ് ആവട്ടെ എന്ന് കരുതിയിട്ട്. അങ്ങനെ ജെയിംസും ജോണും എല്ലാരും കൂടെ ചേർന്നിട്ട് അങ്ങനെ ജോണിന്റെ കാറ് ആയുസിന്റെ വീടിന്റെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ എത്തുന്നു. ഗേറ്റ് തുറന്ന് ദേവൻ അവരെ ഉള്ളോട്ട് ക്ഷണിക്കുന്നു. കാർ പോർച്ചിലോട്ട് ഒതുക്കിയിട്ട് ജോണും ഉള്ളിലോട്ട് കയറുന്നു. വീട്ടിനകത്തേക്ക് കയറുന്നു. ആയുസേ മോളെ എന്ന് വിളിച്ചിട്ടാണ് എമ്മി അകത്ത് കയറുന്നത്. അപ്പൊ ആയുസ്, ആന്റി, ആ ആന്റി, ആ അപ്പൊ നമ്മുടെ കുട്ടിച്ചാർമിയാണ് ആന്റി രണ്ടാമത് വിളിക്കുന്നത്. അപ്പൊ ആയുസ് കുട്ടിച്ചാർമിനെ നോക്കിയിട്ട്, എന്താടാ വാവേ, എന്തായി മുഖമൊക്കെ ഒരു വന്നാതിരുന്നേ, എന്താ കാരണം? ആയുസിനെ ഞാൻ ഒരുപാട് മിസ് ചെയ്തു. ആണോ? എന്നിട്ട് എന്റെ ആന്റിയെ കാണാൻ വരാനാ നീ? കള്ളിപ്പെണ്ണ്, നീ അല്ലേ എല്ലാം ഒപ്പിച്ചു വെച്ചേ, എന്നിട്ട് എന്നെ കാണാൻ വന്നില്ലല്ലോ നീ എന്ന് പറഞ്ഞ പരാതിയും പരിഭവവും പറഞ്ഞുകൊണ്ട് അവള് കുട്ടി ചാർമീനെ എടുത്ത് റൂമിലോട്ട് കൊണ്ടുപോയി. ഇവൻ അതേസമയം തന്നെ ജെയിംസിന്റെ കണ്ണു മൊത്തം ആയുസിലായിരുന്നു. അവൻ ഒരുപാട് ഇതിലാണ്, ആയുസിനെ കാണാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചതാണ് ഈ മൊമെന്റ്. അവൻ വന്നതും അവള് ഒന്ന് ദേഷ്യഭാവത്തിൽ നോക്കിയിട്ട് എന്തായി ജെയിംസ് മെല്ലെ ചിരിച്ചുകൊണ്ട് ഒന്നുമില്ല എന്നർത്ഥത്തില് ജസ്റ്റ് കാണാൻ വന്നത് കണ്ണുകൊണ്ട് തന്നെ അവർ സംസാരിക്കുകയാണ്. ഇതെല്ലാം കണ്ടിട്ട് ജോണിനും ദേവനും എമ്മിക്കും രുക്കൂനും എല്ലാം ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അവരെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അവര്. അപ്പോൾ ഇത് ജെയിംസിന് അറിയില്ല. ജെയിംസ് അവന്റെ വായന്ന് തന്നെ അറിയട്ടെ എന്നും പറഞ്ഞിട്ട് ജോൺ കാത്തിരിക്കുകയാണ്. അപ്പോൾ ജെയിംസ് അപ്പോൾ ദേവനോടും ജോണിനോടും കൂടെ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. അങ്കിൾ, ദേവങ്കിൾ, പറ മോനെ. അങ്കിൾ, എനിക്ക് അങ്കിളിന്റെ ഒരു ഹെൽപ്പ് വേണോ? ഹെൽപ്പല്ല, അങ്കിളിന്റെ സമ്മതം വേണോ? എന്തിനാ മോനെ? അത് അങ്കിളിന്റെ മോളെ എനിക്ക് കെട്ടിച്ചു തരുമോ? എല്ലാവരും ഒന്ന് ഷോക്കായി. അവർ പ്രതീക്ഷിച്ചതാണ്, എങ്കിലും ഒരു ഷോക്കായ രീതിയിലാണ് നിൽക്കുന്നത്. അത് മോനെ വേണോ? വേണ്ട, ശരിയാവത്തില്ല അത്. അങ്കിൾ, സോറി അങ്കിൾ, ഞാൻ അങ്കിളിനോട് കാൽ പിടിച്ച് അപേക്ഷിക്കുകയാണ്, എനിക്ക് ആയുസിനെ തരുമോ? പ്ലീസ് അങ്കിൾ, പ്ലീസ് അങ്കിൾ, പ്ലീസ് അങ്കിൾ. അവിടെ കൊച്ചു കൊച്ചിൻ്റെ ഭയങ്കര വാശി കാണിക്കുകയാണ്. അപ്പം ഇവൻ്റെ ഈ വാശിയും കുറുമ്പും എല്ലാം കണ്ടിട്ട് അവർക്ക് തന്നെ ചിരി വരുന്നുണ്ട്. കാരണം അവര് ഫസ്റ്റിൽ തന്നെ ഇവരുടെ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്. നെക്സ്റ്റ് വീക്ക് അവരുടെ കല്യാണമാണ്. എല്ലാം ഇവൻ അറിയാതെ തന്നെ അവർ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഇനി മോതിരം ചേഞ്ച് ചെയ്താൽ മതി, എൻഗേജ്മെന്റ് ആയിട്ട്. ദേവൻ നല്ല ചിരിച്ചോണ്ട് പറഞ്ഞു, ഓക്കേടാ 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 ഓക്കേടാ, നിനക്ക് എന്റെ മോളത്തിനെ കെട്ടിച്ചിടാം, പക്ഷെ നീ വീണ്ടും മോളെ കരയിപ്പിക്കരുത് എന്ന് പറയുന്നു. അപ്പൊ ഇല്ലെങ്കിൽ എന്നത് അർത്ഥത്തില് തല കുലുക്കുന്നു. ഓക്കെ, അപ്പൊ എനിക്ക് ആയുസിനോടൊന്ന് സംസാരിക്കാൻ പറ്റുമെങ്കിലേ? നീ പോയി സംസാരിച്ചോ മോനെ, നിങ്ങളുടെ കല്യാണമല്ലേ നെക്സ്റ്റ് വീക്ക്. എന്താങ്കിലും പറഞ്ഞ? അല്ല, നിനക്ക് ഇഷ്ടമായെങ്കിൽ പിന്നെ നെക്സ്റ്റ് വീക്ക് നമുക്ക് കല്യാണം വെക്കാം, ഇനി അങ്ങോട്ട് വെച്ച് താമസിപ്പിക്കണ്ട. ഓക്കെ എങ്കിൽ, ഓക്കെ എങ്കിൽ, ഓക്കെ എങ്കിൽ എന്ന് പറഞ്ഞിട്ട് അവൻ ഭയങ്കര ഹാപ്പി ആയിട്ട് അവൻ രുക്കുവിന്റെ അടുത്ത് വയ്ക്കുന്നത്. ആന്റി, എന്താ മോനെ? അല്ല, ആയുസിന്റെ റൂം എന്തോ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് തിരിയുമ്പോൾ ആയുസിന്റെ റൂമാണ്. ഓക്കെ ആന്റി, ഓക്കെ ആന്റി, ഓക്കെ, ഞാൻ പോയി ഒന്ന് കണ്ടോട്ടെ. കണ്ടോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കാണേ. അപ്പോൾ ആയുസിനെ കാണാൻ വേണ്ടി ജെയിംസ് എങ്ങനെ പോവുക ചിരിച്ചുണ്ട്. അപ്പോൾ റൂമിന്റെ ഡോറിന്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും ആയുസും ചാർമിയും കൂടെ ഭയങ്കര തമാശകൾ പറഞ്ഞിട്ട് ഡാഡി ഡാഡി എന്ന് പറഞ്ഞ് ആയുസിനെ കൊണ്ട്
ചാർമി മോള് പറയിപ്പിക്കാടെ. അപ്പോൾ എത്ര പറഞ്ഞിട്ടും ചാർമിക്ക് മതിയാവുന്നില്ല കേട്ടോ ഈ ഡാഡി എന്ന് പറഞ്ഞുള്ള വിളി. അപ്പോൾ ജെയിംസ് മനസ്സിലാലോചിക്കുന്നു, എൻ്റെ മോള് എൻ്റെ കണക്ക് തന്നെ 10 ഗുണം 10 ഗുണം, ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ അവൾ വിളിപ്പിക്കുന്നു. ഇനിയും ഇത് തന്നെ നീ എന്നെ വിളിക്കണം ഐസേ എന്ന് പറഞ്ഞ് ശരിക്കാണ് കേട്ടോ. അപ്പൊ ഒന്നും കൂടെ ഐസ അങ്ങനല്ല, ഐസ അങ്ങനല്ല, ഞാൻ വിളിച്ച് കാണിച്ച ഞാൻ പറയാം, അതുപോലെ ആയുസും പറയണം. ഓക്കെ 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 സോറി, എനിക്ക് ഫസ്റ്റ് ടൈമാ ഞാൻ എൻ്റെ ഡാഡീനെ അച്ഛേന്നാ വിളിക്കുന്നത്, അതുകൊണ്ട് ശരിയാ. അല്ല ചാർമി മോളെ, ഇപ്പൊ എന്തിനാ മോളുടെ ഡാഡീനെ ഞാൻ ഡാഡിന്ന് വിളിക്കുന്നത്? അതൊക്കെ ഉണ്ട്, വിളി 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 വിളി. അപ്പൊ ഈ ചാർമിയുടെ ഈ കൂർമി സ്വരങ്ങളൊക്കെ കേട്ടിട്ട് സഹിക്കാൻ വയ്യാതെ ഐസ് വിളിക്കുകയാണേ, ഡാഡി ഡാഡി ഹൈ ഡാഡി. അപ്പൊ കുഞ്ഞാണെങ്കിൽ അവള് ഭയങ്കര കുറുമ്പിയാട്ടോ, കുറുമ്പിത്തരം തന്നെ കാണിച്ചോണ്ടിരിക്കുക. ഇത് എത്ര പറഞ്ഞിട്ട് ആയുസിനാണെങ്കിൽ ആയുസിനത് പറയുമ്പോൾ പോലെ ചിരിയെ വരുന്നുണ്ട്. ആയുസാണെങ്കിൽ കടിച്ചു പിടിച്ചിട്ട് അവളോട് സംസാരിക്കണേ. അവളാണെങ്കിൽ ഇത് മാത്രമാണ് വന്നിടം മുതലേ അവളെ കൊണ്ട് പറയിപ്പിക്കുന്നത്, ആയുസിനെ കൊണ്ട് പറയിപ്പിക്കുന്നത്. ആയുസാണെങ്കിൽ പറഞ്ഞ ആയുസ് ഒരു വിധായി. അപ്പൊ വീണ്ടും പറയാണേ, ആയുസ എന്താടാ എന്ത് ഡാഡിന്ന് ഞാൻ എത്ര വിട്ടു വിളിച്ചു ചാർമി മോളെ, എനിക്ക് എല്ലാം വേദനിക്കുന്നു വിളിച്ച് ഞാൻ കാണിക്കാണ് കുറുമ്പി. അന്ന് ജെയിംസിനാണ് ചിരിയും. ജെയിംസ് എല്ലാം ആ ഡോറിന്റെ അടുത്ത് നിന്ന് കണ്ടേക്കാണ്. അവനും ആഗ്രഹിക്കുന്നുണ്ട് ആ വിളിക്ക് വേണ്ടി. അപ്പം വീണ്ടും ഐസ് വിളിക്കുകയാണ്, അങ്ങനല്ല ഇത് ശരിയാവില്ല, ഐസിനോട് ചിക്കൻ ഞാൻ ഇല്ലില്ല. എങ്ങനെ വിളിക്കണം ഒന്നുകൂടെ പറഞ്ഞുതരൂ. അവ ജെയിംസ് ജീവിക്കണേ വല്ലാത്തൊരവസ്ഥയാണ്. ജെയിംസിനാണെങ്കിൽ ഈ വിളി കേട്ടിട്ടാണെങ്കിൽ ജെയിംസിന്റെ ഹൃദയമെല്ലാം ഇപ്പൊ പൊട്ടിത്തെറിച്ചു പോകുന്ന രീതിയിലാണ്. അപ്പൊ വീണ്ടും ഓ ശരി ഡാഡി ഐ ലവ് യു. ഇപ്പൊ എന്താ അവള് പറഞ്ഞേ, ഡാഡി ഐ ലവ് യു. ചർമ്മി മോളെ വീണ്ടും പറയപ്പോ അവളെ കൊണ്ട് അതൊന്നും കൂടെ കേൾക്കണം പോലെ ഉണ്ട്. നിന്റെ കാതിനെല്ലാം എന്തോ ഒരു കുളിർമയാ. ഐസ ഒന്നുകൂടെ ഒരു പ്രാവശ്യം കൂടെ, ഈ ഒരു പ്രാവശ്യം കൂടെ. ശരി ഈ ഒരു പ്രാവശ്യം ഇനി ഞാൻ പറയൂല സത്യമായിട്ടും. ശരി ഒരു പ്രാവശ്യം ഒരേ പ്രാവശ്യം. ശരി അങ്ങനെ ഒരുമാതിരി മൂകമൊക്കെ വെച്ചിട്ട് ഐസ് വീണ്ടും ട്രൈ ചെയ്യാണ്, ഡാഡി ഐ ലവ് യു. പെട്ടെന്ന് ജെയിംസ് നിൽക്കുന്നത് കണ്ടതും ജെയിംസ് ഒരുമാതിരി ആയുസിനെ തന്നെ നോക്കിയിരിക്കുകയാണെ. ആയുസ് ഇതെല്ലാം കാണുന്നുണ്ട്. ആയുസ് അന്നേരം, സർ നിങ്ങളെന്താ ഇവിടെ? ഞാൻ എന്താ ഇവിടെ എന്നോ? ഞാൻ തന്നെ കാണാൻ വന്നാ? എന്നെ എന്തിനാ കാണുന്നത് സർ? സാറല്ലേ എന്നെ അത്രയ്ക്കും ടെററായിട്ട് സംസാരിച്ച് അവിടെ നിന്ന് പറഞ്ഞു വിട്ടെ, പിന്നെ എന്തിനാ സാർ ഇവിടെ വന്നേ? വീണ്ടും സാറിന് എന്തിനാ ടെൻഷൻ അടിപ്പിക്കുന്നത്? അത് എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം. എന്നോടാ? എന്ത് സംസാരിക്കും? പ്ലീസ് ആയിസാൻ മനസ്സിലാക്ക്. അപ്പോൾ അവൻ്റെ മുഖമൊക്കെ ഒരുമാതിരി സാഡായിട്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ആയുസിന് എന്തോ ഒരു വല്ലാത്ത ഫീൽ തോന്നി. പോട്ടെ പാവം വീട്ടുകളയാം ഒരു പ്രാവശ്യത്തേക്ക് എന്ന് വിചാരിച്ചിട്ട് അവള് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ജെയിംസിനെ റൂമിലോട്ട് ക്ഷണിക്കുകയാണ്. അപ്പോൾ ചാർമി മോള്, ഡാഡി ഞാൻ എമ്മുൻ്റെ തൊട്ട് പോവാനേ, നിങ്ങൾ സംസാരിക്കേ. ശരി എൻ്റെ മോക്ക് എല്ലാം അറിയാം, അവൻ മനസ്സിൽ പറയാണ്. അപ്പം ആയുസും ചെറുതായിട്ടൊന്ന് ചിരിക്കാൻ തുടങ്ങി. ആയുസിനും ഒരുമാതിരി ഫീൽ വരണേ. അപ്പൊ അവൾ തന്നെ നോക്കിയിട്ട് ചാർമി മോള് ആയുസിനോട് പറഞ്ഞ, ആയുസേ ഞാൻ പോയിട്ട് വരാവേ, ഡാഡി പോയി കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വരാവേ, ഇന്ന് ഞാൻ ഇവിടാണ്, ഞാനും എൻ്റെ ഡാഡിയും. എന്താ? ഞാനും എൻ്റെ ഡാഡി ഇന്ന് ഇവിടെ ആണ്, ആയുഷിൻ്റെ കൂടെ ആണ്. ശരി. അപ്പം അവൻ വല്ലാതെ ഒന്ന് ചിരിച്ചേ. ഇത് കാണുമ്പോഴും ആയുസ് എന്താണെന്നറിയില്ല ഡാഷ് പോയ അണ്ണനാണെങ്കിരിക്കുകയാണ്. അപ്പം ഒന്നും മനസ്സിലാവുന്നില്ല ആയുസിന്. ആയുസ് അന്നേരം ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പം അങ്ങനെ ചാർമിമോള് എമ്മുവിൻ്റെ അടുത്തോട്ട് പോയേ. അപ്പോൾ സർ എന്താ സർ എന്നോട് പറയണമെന്ന് പറഞ്ഞ്, എന്തോ സംസാരിക്കണമെന്നുണ്ടെന്ന് പറഞ്ഞു. സർ പറഞ്ഞോ, ഞാൻ കേൾക്കാം. തനിക്ക് എന്നോട് ദേഷ്യമുണ്ടോ? എന്താ സാർ? ആയുസ് സത്യം പറഞ്ഞാൽ അത് കേട്ടില്ല കേട്ടോ ഇത് ചോദിച്ചത്. അല്ല, തനിക്ക് എന്നോട് ദേഷ്യമുണ്ടോ? ദേഷ്യമോ? എന്തിന്
സാറ് ആ നിമിഷം സാറിൻ്റെ അവസ്ഥ ഞാൻ മനസ്സിലാക്കണമല്ലോ. സാറപ്പോൾ ടെൻഷനിലായിരുന്നു. ഞാൻ സാറിനോട് ചോദിക്കാതെ ചാർമി മോളെ കൂട്ടിക്കൊണ്ട് പോയി. അതും ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു. അതെൻ്റെ തെറ്റാണ് സർ. കാരണം ചാർമി മോൾ അത്രയ്ക്കും വാശി പിടിച്ചുകൊണ്ടാണ്. മോൾക്കൊന്നാമത് ഫീവറിൻ്റെ ഒരു ലക്ഷണം ഉണ്ടായതുകൊണ്ട് കരയിപ്പിക്കണ്ടെന്ന് കരുതിയിട്ട് കൊണ്ടുപോയതാ. വേറൊന്നുമല്ല സർ. അത് സാറിനോട് ഞാൻ പറയാതെ കൊണ്ടുപോയത് മോശം തന്നെയാണ്. അതെനിക്കും അറിയാം. എൻ്റെ ഭാഗത്തുണ്ട് സർ മിസ്റ്റേക്ക്. സർ ആ ടൈമിൽ അങ്ങനെയല്ലേ പ്രതികരിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് സർ. സോറി സോറി സർ. സാരമില്ല. നിനക്ക് എന്നോടൊന്ന് പറയാമായിരുന്നു സർ. ഞാൻ പറയാൻ വന്നപ്പോൾ സാറ് എന്നെ ഗെറ്റ് ഔട്ട് അടിച്ചു. പിന്നെ ഞാൻ എന്താ സാർ ചെയ്യണേ? സോറി സോറി, ഐ എം എക്സ്ട്രീംലി സോറി ഐസെ. ഐസെ എനിക്കറിയത്തില്ല ഐസെ. എനിക്ക് നിന്നോട് കുറച്ച് ഓപ്പൺ മൈൻഡിൽ സംസാരിക്കണമെന്നുണ്ട്. സംസാരിക്കാൻ പറ്റുമോ? നിന്റെ അനുവാദം എനിക്ക് വേണം. സർ ഷ്യൂർ സർ. എങ്കിൽ നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് ഓക്കെ ഐസെ. പറഞ്ഞോ സർ. ഐസെ, നിനക്ക് അറിയാൻ മേലാത്ത പല കാര്യങ്ങളും എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്. ഫസ്റ്റ് എൻ്റെ വൈഫ് ചാർമി മോളുടെ അമ്മയെക്കുറിച്ചാണ്. സർ എനിക്കറിയാം. എന്താ അറിയാം? അല്ല, ചാർമി മോളുടെ അമ്മ മരിച്ചു പോയിട്ട് ഇപ്പോൾ 3 വർഷം തികയുന്നു. സർ എങ്ങനാ? അത് ഞാൻ പിന്നെ പറയാം. ഇപ്പോൾ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല, ഞാൻ തകർന്നു പോകും. അതുകൊണ്ട് ഓക്കെ സർ. സാറിന് എപ്പോൾ എന്നോട് പറയണമെന്ന് തോന്നുന്നു അപ്പോൾ പറഞ്ഞാൽ മതി. എങ്കിൽ സർ ഞാനങ്ങോട്ട്. ആയിസേ, ഒരു നിമിഷം. എന്താ സർ? ആയിസേ, എനിക്ക് തന്നെ ഇഷ്ടമാണ്. എന്താ സർ? എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എന്നെ കല്യാണം കഴിക്കുമോ? സർ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ അങ്കിളിനോടും ആൻറ്റിയോടും എൻ്റെ ഇഷ്ടം അറിയിച്ചിട്ടുണ്ട്. അവർ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സർ എന്താ ഐസേ? ഐസിന് വേറെ ആരെങ്കിലോടും? എനിക്കങ്ങനൊന്നുമില്ല സർ. സാറിനറിയാത്ത കുറേ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അത് സാറിനോട് എനിക്കറിയാം ഐസേ. അതെങ്ങനെ? അതൊക്കെ അറിയാം. അത് ഞാൻ പറയാം പിന്നീടായിരിക്കും. ഓക്കെ സർ. ഐസിന് എതിർപ്പൊന്നുമില്ലല്ലോ? എൻ്റെ അച്ഛയ്ക്ക് ഓക്കെയാണ്. അമ്മയ്ക്ക്? അവർക്ക് ഓക്കെയാ. നിനക്ക് ഓക്കെയാണോ എന്ന് എനിക്കറിയണ്ടേ. അത് പിന്നെ സർ എന്താ ഐസേ? ഐസേ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കല്ലേ ഐസേ, പ്ലീസ് ഐസേ. അവൻ കെഞ്ചാൻ തുടങ്ങി. ഇത് കാണുമ്പോൾ അവൾക്ക് ഓഫീസിൽ കാണുന്ന ജെയിംസിനെയാണ് ഓർമ്മ വരുന്നത്. എന്തിനും തൊട്ടനും പിടിക്കുന്നതിനും ചാടിക്കടിച്ച് കാലി തുള്ളി ഓറഞ്ഞ് തുള്ളി എല്ലാം എടുത്ത് അവളുടെ മുഖത്തും കാലിലും എല്ലായിടത്തും എറിയുന്നതാണ് അവൾക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ ആയുസ് മൈൻഡ് വോയിസിൽ സംസാരിക്കണേ. ഈ മുയലിന് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുമോ? കണ്ട മുയലിൻ്റെ കണക്കിരിക്കുക, സ്വഭാവം മുയലിൻ്റെ കണക്കാം. എപ്പപ്പ എന്തൊക്കെ ചെയ്തെന്നൊന്നും ഒരെത്തും പിടിയില്ല. ഇങ്ങനെ എന്നാണാ സംസാരിക്കുന്നത്? അതിന് ഇങ്ങനെ നേരത്തെ ബാധ കയറിയിട്ടുണ്ടോ ഭഗവാനെ? എൻ്റെ കണ്ണാ ഉണ്ടാ? അപ്പം പെട്ടെന്ന് ജെയിംസ് ഐസേ ഒരുമാതിരി ഞെട്ടി. സാർ ഇനി നീ സാർ എന്ന് വിളിക്കണ്ട. പിന്നെ ഒരുമാതിരി അവള് ശരിയായിട്ട് ചോദിക്കുകയാണേ, നീ ചാർമി മോളുമായിട്ട് ഇപ്പോൾ കുറച്ച് നേരം മുന്നേ എന്തായിരുന്നു എന്നെ വിളിച്ചേ? അത് പിന്നെ അത് പിന്നെ എനിക്ക് നിൻ്റെ വായിൽ നിന്ന് ഒരു പ്രാവശ്യം കൂടി അത് കേൾക്കണമെന്നുണ്ട്. ഇനി നീ ഞാനും മാത്രം എളുപ്പം അങ്ങനെ വിളിച്ചാൽ മതി. എന്ത്? നീ എന്താ വിളിച്ചേ? നിങ്ങളെന്താ സംസാരിച്ചേ? അത് ചാർമി മോള് ഡാഡി എന്താ ഡാറ്റ അല്ല, എന്താ പറഞ്ഞേ? ഡാഡി എന്ന് വിളിച്ചേ. അത് നിൻ്റെ ഒരു ഫീലിങ്സിൽ വിളിച്ചേ? എനിക്ക് ഫീലിങ്സോ? ഞാനങ്ങനെ വിളിക്കാറില്ല. അല്ലേ തന്നെ സാറിനെ ഞാൻ എന്തിനാ അങ്ങനെ വിളിക്കുന്നത്? സാറിന് നിങ്ങൾക്ക് ഡാഡിയാണോ? അത് പിന്നെ പറയാം. ഇപ്പം നീ അത് വിളി. എനിക്കത് കേൾക്കണം പോലെയുണ്ട്. അത് വേണോ സാർ? ഞാൻ പറഞ്ഞ ആയോസേ എന്നെ ഇനി സാറെന്ന് വിളിക്കരുത്. അത് പിന്നെ വേണ്ട ഐസ വേണ്ട. ഐസിന് ചിരിഞ്ഞു വരുന്നുണ്ടേ. അത് ഒരുമാതിരിയാണ്.
ഫ്ലേട്ടിങ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ജെയിംസ് അവളോട് ഇങ്ങനെ പറയുന്നത്. അപ്പം ഉടനെ സാർ അത് വേണോ? ഞാൻ പറഞ്ഞ ഐസേ വേണ്ട. നീ ഞാൻ പറഞ്ഞതങ്ങ് വിളിച്ചാൽ മതി. യു കോൾ മീ ഡാഡി. ഡാഡിന്ന് വിളിക്കാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ലെന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. എങ്കിൽ വിളി. കുറേ നേരമായിട്ടില്ലേ നിൻ്റെ അടുത്ത് കെഞ്ചാൻ തുടങ്ങിയിട്ട്. ഒന്ന് വിളിച്ചേ നീ. എനിക്ക് കേൾക്കണമെന്ന് തോന്നുന്നുണ്ടല്ലേ നിന്നോട് ചോദിക്കുന്നേ. ഇല്ലെങ്കിൽ ഞാൻ ഇത് വിളിപ്പിക്കുമോ? അത് എനിക്ക് ഞാൻ എങ്ങനെ? അതൊക്കെ പറ്റും. നീ വിളി, ഞാൻ ഒന്ന് കേൾക്കട്ടെ. നീ 100ക്ക് 400 വട്ടം ഇപ്പം നീ ചാർമി മോളോട് ഡാഡി ഡാഡി എന്ന് വിളിച്ചോണ്ടിരുന്നില്ല. അത് എൻ്റെ മുന്നിൽ നിന്ന് വിളിച്ചതും പറഞ്ഞാൽ ഒന്നും വരത്തില്ലല്ലോ. വരത്തില്ല. ഇല്ല, നീ വിളി, കേൾക്കട്ടെ. ശരി. സാർ കണ്ണു മൂട്. അല്ല സാർ കണ്ണടയ്ക്കാം. അതെങ്ങനെ? ഞാൻ കണ്ണടച്ചാൽ പിന്നെ നീ വിളിക്കുന്നത് ഞാനെങ്ങനെ? സാർ കണ്ണുകൊണ്ടല്ലല്ലോ കേൾക്കുന്നത്, കാതുകൊണ്ടല്ലേ? അതൊക്കെയാണ്. എങ്കിലും നിൻ്റെ ശരി, എങ്കിൽ ഞാൻ കണ്ണടച്ച് വിളിച്ചോളാം. അതെങ്ങനെ പറ്റും? അങ്ങനെ തന്നെ അവൻ പെട്ടെന്ന് അവളുടെ കൈ പിടിച്ചിട്ട് അവളുടെ വയറ്റിൽ കൂടെ ചുറ്റി പിടിച്ച് അവനടുത്തേക്ക് അടുപ്പിച്ചു. എന്നിട്ട് അവൻ അവളോടായി പറഞ്ഞു, ഇപ്പം വിളി ആയിസേ, എനിക്കത് കേൾക്കണം പോലുണ്ട്. ആയിസിൻ്റെ മുഖമൊക്കെ ഒരുമാതിരി നാണം കൊണ്ട് ഒരുമാതിരി ചുമക്കാൻ തുടങ്ങിയേ. ആയിസ് അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക, അവൻ്റെ കണ്ണുകളിൽ തന്നെ. അപ്പോൾ ആയിസ് ഒരുമാതിരി പതറിയ സ്വരത്തിൽ അവനെ വിളിക്കാൻ നോക്കുകയാണ്. അപ്പോൾ അവനത് മനസ്സിലായി അവൾ പതർച്ചയിലാണെന്ന്. എന്നിട്ട് അവൻ ഒരുമാതിരി ഫ്ലേർട്ട് ചെയ്യുന്ന രീതിയിൽ അവളെ നോക്കിയിട്ട്, നീ വിളിക്കത്തില്ലേ? എൻ്റെ ബേബി ഗേൾ? എന്താ? നീ എന്നെ വിളിക്കത്തില്ലേ ബേബി ഗേൾ? അതാ പറഞ്ഞേ, വിളിക്കത്തില്ലേ? വിളിക്കാം. ഈ വിളി, നിന്റെ പുരുഷൻ കേൾക്കട്ടെ. അല്ല, നിന്റെ ഡാഡി കേൾക്കട്ടെന്ന്. ശരി, ഇങ്ങനെ ഇപ്പം തന്നെ ഇങ്ങനെ. അപ്പം ഇങ്ങനെ കല്യാണം കഴിച്ചാലുള്ള സ്ഥിതി, അയ്യോ എനിക്ക് ഓർമ്മ വരുന്നില്ല. മൈൻഡ് വോയിസിൽ തന്നെ അവൾ പറയാണ്. നീ മൈൻഡ് വോയിസിൽ സംസാരിക്കുന്നത് വിചാരിച്ചിട്ട് നീ നോർമൽ വോയിസിൽ തന്നെ സംസാരിക്കുന്നത് ആയിസേ. അല്ല, നീ മൈൻഡ് വോയിസിൽ സംസാരിക്കുന്ന കണക്ക് ഫീലായിട്ട് നീ നോർമൽ വോയിസിലാണ്, എനിക്കും കേൾക്കാൻ പറ്റുന്ന വോയിസിലാണ് സംസാരിക്കുന്നതെന്ന്. ഞാൻ നിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം വെച്ച് ചെയ്യും. അല്ല, നിനക്കറിയാൻ വയ്യാത്ത എല്ലാം പഠിപ്പിക്കൂന്ന്. ശരി, വിളി മൈ ബേബി ഗേൾ. എങ്ങനെ ബേബി ഗേൾ എന്ന് വിളിച്ചു വിളിച്ചേട്ട കൊല്ലോ കൊണ്ടോ. ഇങ്ങേരോ നീ ഡാഡി എന്ന് വിളിക്കാനാ പറഞ്ഞത് ഞാൻ. ശരി ഡാഡി. അങ്ങനല്ല, ഫീലിങ്സ് കൊണ്ട് നല്ലൊരു ഫീലിൽ വിളിക്കണം. അപ്പോഴേ എനിക്ക് എന്തൊക്കെ തോന്നത്തുള്ളൂ. സാറിന് തോന്നിയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? അല്ല തന്നെ സാറിന് എന്തിനാ അതൊക്കെ തോന്നുന്നേ? കാരണം നീ എൻ്റെ മാത്രമാണ്. അല്ല, നമ്മളുടെ മാരേജ് അല്ലേ നെക്സ്റ്റ് വീക്ക്. അപ്പോൾ ഇപ്പൊ തന്നെ പ്രാക്ടീസ് ചെയ്തു. നീ ദിവസവും എന്നെ ഇങ്ങനെ തന്നെ വിളിക്കണം, നൈറ്റ് ഫുൾ. നമ്മളെ സ്വകാര്യ നിമിഷങ്ങളിൽ ഇത് തന്നെ നീ എന്നെ വിളിക്കണം. അതുകൊണ്ടാ നീ ഇപ്പൊ തന്നെ പ്രാക്ടീസ് ചെയ്യും. അത് വേണം സർ, അത് വേണം. വേണ്ട സർ, അത് വേണം സർ. വിളിയടി കൊച്ചു കളി. അങ്ങനെ വെച്ചിട്ട് അവളുടെ ചീക്ക് വെള്ളം പിടിച്ചിട്ട് ഒരുമാതിരി അവൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ ആയുസാണെങ്കിൽ സ്കട്ട് ആവുന്നുണ്ട്. ഇതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എൻ്റെ ആയിമോളെ വിളിച്ച നീ. വിളിക്കാം. കേക്കട്ടെന്ന് വിച്ചാൻ. അല്ല, നിന്റെ ഡാഡി കേക്കട്ടെന്ന്. ഡാഡി 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 എന്ന് വിളിച്ച് എന്നെ കൊല്ലു വന്നിട്ട. സാർ എന്നെ ഒന്ന് വിടി സർ, ഞാൻ സാറിനെ വിളിച്ചോളാം. അത് പറ്റത്തില്ല. നീ എന്നോട് ശരീരത്തോട് ചേർന്ന് നിന്നോട്ട് പറഞ്ഞു അത് വിളിക്കാൻ. അത് വേണം സർ, എനിക്കൊരുമാതിരി വരുന്നു സർ. അത് വരണം, അത് വന്നത് തന്നെ നല്ല കാര്യമാണ്. ചിത്രക്കുള്ള നീ ഒരുമാതിരി ആക്കുന്ന രീതിയോട് ചോദിക്കുകയാണേ. ഇങ്ങനെ ഒന്നും തോന്നുന്നു പൊട്ടം കളിക്കുക കളമടൻ. എന്താ? ഒന്ന് ചോദിച്ചേ. സാറിന് വിളിക്കണമെന്ന് ഞാൻ പറയുന്നുണ്ട് അടുത്ത്. വിളി. വിളിക്കാൻ ഡാഡി. വിളി എന്റെ ബേബിക്ക്. ഞാൻ എന്നെ കൊണ്ട്
ഓ മാറി. ആ ഡാഡി. ആ ഒന്നൂടെ. ഓ ചാർമി മോളെക്കാട്ടി കൂനിമേ കൊഴുകാന്ന് തോന്നല്ലേ ഇത്. എത്ര പ്രാവശ്യം ഇങ്ങനെ എന്നെ കൊണ്ട് ഇത് വായിപ്പിക്കണേ? വിളി എന്റെ ബേബിക്ക്. ആ ആ വിളിക്കാം വിളിക്കാം വിളിക്കാം. ഡാഡി ഡാഡി. ആ ഒന്നൂടെ ഒന്നൂടെ ഒന്നൂടെ. ഡാഡി. ഓ എന്താ ഇഷ്ടാണ്? ഇഷ്ടായി പെണ്ണ്. സാർ ഇങ്ങനെ ഡാഡി വിളിച്ച് കളിക്കാനാണ് സാർ ഈ റൂമിലോട്ട് വന്ന്. ആണല്ലോ. അല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ആണ്. സാർ വേണ്ട സാർ, എനിക്ക് വയ്യ സാർ. ഷാനി മോളോട് തന്നെ ഇത് പറഞ്ഞ് പറഞ്ഞ് ഞാൻ ഒരു മാതിരിയായി. അന്ന് സാരേ അതിൻ്റെ ടയർഡ്നെസ് എല്ലാം നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ മാറ്റിത്തരാം. എന്താ? അല്ല, നിന്നെ നല്ല പൊന്നു പോലെ നോക്കാതെ, അത്ര തന്നെ പറഞ്ഞ. ശരി ശരി, അപ്പൊ സാർ പൊക്കോ. ഞാൻ അമ്മേൻ്റെ അടുത്തോട്ട് പോവാ. അങ്ങനെ പോയ കൊച്ചെ എങ്ങനാ? ഞാൻ നിന്നോട് സംസാരിക്കാനുണ്ടോ വന്നേ? നിനക്ക് എന്നെ ഇഷ്ടല്ലേ? ഇഷ്ടാണോ? സത്യം പറയണം. ഇല്ല, എനിക്ക് വേറെ ആരെങ്കിലും നോക്കാനാ. കൊന്നുകൊളയും മടിയേ. എന്താ? അല്ല ഒന്നുമില്ല. എന്താ നീ പറഞ്ഞ? കൊന്നുകളയും വടിവേന്ന്. അത് ഏത് സ്ലാഗ്? അത് ഇവിടുത്തെ സ്ലാഗ്, മനസ്സിലാ? എനിക്ക് നിങ്ങളെ ഇഷ്ടാ? അല്ല, എനിക്ക് നിങ്ങളെ ഇഷ്ടാന്ന്. സീരിയസ്ലി? എപ്പം മുതൽ? എനിക്ക് നിങ്ങളുടെ ഓഫീസിൽ വന്ന മുതൽ എനിക്ക് ഇഷ്ടമാണ് നിങ്ങളെ. എന്താ? എനിക്ക് നിങ്ങളുടെ ഓഫീസിൽ കാല് കുത്തിയ അന്നേരം മുതൽ നിങ്ങളെ ഇഷ്ടമാണെന്ന്. അതുകൊണ്ടല്ലേ നിങ്ങളുടെ അടുത്ത് കറങ്ങി കറങ്ങി വന്നോണ്ടിരുന്നത്. എന്നിട്ട് പിന്നെ അന്ന് ഭയങ്കര ഡയലോഗൊക്കെ അടിച്ചല്ലോ. നിങ്ങളെനിക്ക് വേണ്ടാന്നോ, നിങ്ങളുടെ പുറകിലൊന്നും നടക്കത്തില്ലെന്നോ, എല്ലാരെയും പോലല്ല ഈ ആയുസ് കൃഷ്ണദേവെന്നോ. അത് ചുമ്മാ പേര് പറഞ്ഞല്ലേ? സത്യമായിട്ടും? സത്യമായിട്ടോടാ? അല്ല, സത്യമായിട്ടോ ഡാഡിന്ന്? കൊല്ലുന്നടാ കൊല്ലുന്നു. ഇതിന്റെ ഈ ഡാഡി വിളിയിലാ ഞാൻ വീണ് പോയത്, സത്യമായിട്ടും. അപ്പൊ പിന്നെ ഡാഡിന്ന് വിളിക്കാം. എനിക്ക് ഓക്കെയാ. ഞാൻ ആൾക്കാരെ മുന്നേ വെച്ച് വിളിക്കും, ഓഫീസിൽ വന്നിട്ട് വിളിക്കും. വിളിച്ചോടി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ തന്നെയാണ് നിന്റെ അടുത്ത് ഡാഡിന്ന് വിളിക്കാൻ പറഞ്ഞേ. എന്റെ പെണ്ണ് എന്നെ എന്ത് വിളിച്ചാലും എനിക്ക് ഓക്കെയാണ്. എനിക്ക് പെരുത്ത ഇഷ്ടമാണ്. ഇഷ്ടാണെന്ന്. ശരി ശരി, ഞാൻ പോവാ. ഏയ് ബേബി ഗേൾ, ഐ നീഡ് യു. ഐ നീഡ് യു. ഐ നീഡ് യുവർ ലിപ്സ്. ഒട്ടും കുഴപ്പമൊന്നുമില്ല. ഐ നീഡ് യുവർ ലിപ്സ്. നിന്റെ ആദരങ്ങൾ എനിക്ക് വേണോ? ഡാഡി. എന്താ പൊന്നോ? ഇപ്പൊ വേണ്ട, ഇപ്പൊ വേണം. പ്ലീസ് പ്ലീസ് ഡാ. I don't control myself. I don't control myself, dear. Please, dear. ഒരേ ഒരു പ്രാവശ്യം, ഈ ഒരു പ്രാവശ്യം പ്ലീസ് ഡേ. അത് കഴിഞ്ഞ് നമ്മുടെ കല്യാണം കഴിഞ്ഞ ശേഷം പ്ലീസ് ഡേ. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലടേ, അതുകൊണ്ടാ. ശരി, കണ്ണ് മൂടും. കണ്ണ് മൂടിയാ എങ്ങനെയാടേ ആ ഫീലിങ്സ് കിട്ടുക? നീ മണ്ടുവാന്നോ? നീ മന്ദൂസാണോ? എടേ പ്ലീസ് ഡേ. അയ്യോ, എന്ത് കിസ് വേണോ? വേണം. ശരി, അങ്ങനെ പിടിച്ചിട്ട് അവര് കിസ് അടിക്കാൻ തുടങ്ങി. അതൊരു ലോങ് കിസ്സാടാ. നമുക്ക് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറം ഒരു ലോങ് കിസ്. അപ്പൊ ഹടി ഹാത്താടി ഗുമ ഗുമ. അപ്പൊ ലാസ്റ്റ് அப்படியே അങ്ങനെ അവർ കിസ് ചെയ്തോണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ആയുസിന്റെ അമ്മ വന്ന് ആയുസിനെ ഇവരെ ഈ കിസ് അടിച്ചോണ്ടിരിക്കുമെന്ന് തന്നെ നമ്മുടെ ആയുസിന്റെ അമ്മ വന്ന് ഡോർ നോക്ക് ചെയ്യുന്നു. ആയുമോളെ, ആയുമോളെ, ഡാ
ആ, ആ, വിട്ടു സർ. ഏ നിന്നോട് ഞാൻ പറഞ്ഞ വിളിക്കരുത് അവനെ. ഡാഡി കേട്ടു ഡാഡി, അമ്മ വിളിക്കുന്നു. വിളിക്കട്ടെ. ഡാഡി പ്ലീസ് ഡാഡി, അമ്മ വിളിക്കുന്നു ഡാഡി. ശരി ശരി ശരി. ഞാൻ ചുമന്ന് കയറാൻ പറ്റിയ സമയം നോക്കിയ. അങ്ങനെ ഒരു നെടുവീർ ശ്വാസം വിടുകയാണ് നമ്മുടെ ജെയിംസ്. ഇത് കണ്ട് ആയുസിന് ഒരുമാതിരി ശരിയാവുന്നുണ്ട്. ആയുസ് ഒരുമാതിരി ഫീലിങ്ങിന് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ അതേപോലത്തെ ലോങ് കിസ്സായിരുന്നു. അവ പെങ്കൊച്ചിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ അവരുടെ അമ്മ വന്ന് നോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ, അവളുടെ അമ്മ വന്ന് നോക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ ഡോറിന്, എന്തെങ്കിലുമൊക്കെ നടന്നേനെ. ഓക്കെ. ശരിയെടാ, ഇന്നത്തെ നമുക്ക് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കേടാ. വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് ഇടാൻ മറക്കണ്ട. നിങ്ങളുടെ കമൻസ് എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒന്നാണ്. അപ്പോൾ എന്നാ ശരിയെടാ, ഓക്കെ ബൈ. ഒരുപാട് നോയ്സൻസ് ഉണ്ടാകുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ വെളിയിൽ നിന്നാണ് വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ വീട്ടിനുള്ളിൽ ചെയ്യാൻ പറ്റുന്നതാണ്, നമ്മുടെ വീട്ടിനുള്ളിൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ്. എന്തെങ്കിലും മിസ്റ്റേക്ക് എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം ഇനി അങ്ങോട്ടും. അപ്പോൾ നമ്മുടെ പുതിയ സ്റ്റോറീസ് എല്ലാം വരുന്നുണ്ട് നമ്മുടെ ചാനൽ. നിങ്ങൾ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായവും കമൻസിൽ അറിയിക്കുക. ഓക്കേനാ, ബൈഡാ.